ഏറ്റവും വലിയ സ്കാം സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ. ഇത് സ്കിൻ കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്. നമ്മുടെ മാർക്കറ്റിൽ സ്കിൻ കെയർ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കാംസും റെഡ് ഫ്ലാഗ്സും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഏറ്റവും വലിയ സ്കാം സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ, അതിപ്പോൾ ഞാൻ സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പേ തൊട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം തൊട്ടേ ചെറുപ്പം തൊട്ടേ നല്ലോണം മുടിയുള്ള ആൾക്കാർ ആയിരിക്കും ഹെയർ ഓയിലിൻ്റെ മോഡൽസ് ആയിട്ട് വരിക. എനിക്ക് അവർ പറയാമോ കണ്ടോ എൻ്റെ മുടി കണ്ടോ, അവർ നാച്ചുറലി നല്ല ഹെയർ ഉള്ള ആൾക്കാരാണ്. അവരുടെ മുടി കണ്ടിട്ട് അതുപോലത്തെ ഒരു ഹെയർ ടൈപ്പ് അല്ലാത്ത ഒരാൾ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ നാച്ചുറലി ബ്രേക്ക് ഔട്ട്സ് ഒന്നും വരാത്ത നല്ല ഗ്ലാസ് സ്കിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ മോഡലാവാണ് ഞാനിത് ഉപയോഗിച്ചിട്ടാന്ന് പറയാണ്. ഇത് സ്കിൻ കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. ഇതിപ്പോൾ ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇവരിങ്ങനെ തന്നെയല്ലേ ഇരിക്കണേ. അവർക്ക് ചെറുപ്പം തൊട്ട് ഇത്ര മുടിയുണ്ട്, അപ്പോൾ പിന്നെ അവരെന്തായി ഹെയർ ഓയിൽ സെല് ചെയ്യണേൽ ഒരു അർത്ഥമല്ലേ എന്നുള്ളത് ഞാൻ ആലോചിക്കാൻ കാരണം എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ട് മുടി മുഴുവൻ കൊഴിഞ്ഞു പോയതാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഷോർട്ട് ഹെയർഡ് ആയിരുന്നു. എനിക്ക് മുടി വലുതാക്കണം അതൊരു തമാശയായിരുന്നു എല്ലാവർക്കും. ഇവളുടെ മുടി അരവരെ എത്തുമ്പോൾ കാക്ക മലന്ത് പറക്കും അങ്ങനെ എന്നെ കളിയാക്കാറുണ്ട് എല്ലാവരും. ഞാനും അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല, നമുക്ക് മുടിയില്ലല്ലോ. അന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാനതൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് മുടി വലുതായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഋതു സക്സസ് ആവാനുള്ള കാരണം. ആ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. ആ ഒരു സമയത്താണ് ഞാനത് ഉപയോഗിച്ചു തുടങ്ങി. ലോക്ക്ഡൗൺ കഴിഞ്ഞ് തുറന്നപ്പോൾ എനിക്ക് നിറച്ച് മുടി ഉണ്ടായി. അപ്പോഴാണ് എല്ലാവരും ഇവൾക്ക് മുടി വലുതായോ എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവളൊക്കെ സംരംഭകയെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ നാട്ടിൽ സംരംഭകയാവാം. എനിക്കൊക്കെ മുടി വലുതാക്കാന്ന് വെച്ചാൽ അത്യാവശ്യം വേറെ ഇപ്പോൾ കഷണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസോ അങ്ങനത്തെ ഇന്റേണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഹെറിഡിറ്റിയോ അതൊന്നും ഇല്ലാത്ത ഒരാളാന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്റ്റേണൽ ബ്ലോക്ക് കൊണ്ട് മുടി ഹെയർ ഗ്രോത്ത് കുറവുള്ള ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹെയർ നറിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറയുമ്പോഴും പറഞ്ഞു തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സ്കാം. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കഷണ്ടി ഉണ്ട്, വേറെ കുറേ ഹെയർ ഓയിൽ അവർ കഷണ്ടി മാറുന്നു പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി, അപ്പോൾ നിങ്ങളുടെ ഉപയോഗിച്ച് അത് മാറും ഉറപ്പുണ്ടെങ്കിലേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഞാൻ പറയും വാങ്ങിക്കണ്ട, കാരണം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫോൾസ് ക്ലെയിം ഉന്നയിച്ചിട്ട് സെയിൽ ഉണ്ടാക്കണേക്കാളും നാളെയും കാണണ്ടവരല്ലേ, അതൊരു വലിയ കാര്യമല്ലേ. ഫോൾസ് ക്ലെയിം ഉന്നയിക്കണേൽ ഒരു അർത്ഥമില്ല. കഷണ്ടി ആണെങ്കിൽ ഹെയർ ഫോളിക്കിൾസ് ലോസ് ആയി പോയെന്ന് വെച്ചാൽ അൺലെസ് ആൻഡ് അൺടിൽ യു ഡു എ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഹെർബൽ പ്രോഡക്റ്റ് കൊണ്ടൊന്നും മുടി വലുതാവാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ഹെറിഡിറ്ററി ആയിട്ട് മുടി കുറവുള്ള ആളാണെങ്കിലോ വൈറ്റമിൻ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഏജിങ് അല്ലെങ്കിൽ അങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇന്റേണലായിട്ട് എടുക്കേണ്ട സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കൊണ്ട് മുടി വലുതാവാനൊന്നും പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാനിത് സെയിലാക്കാറുള്ളൂ. എനിക്ക് മുടി വലുതായത് എക്സ്റ്റേണൽ ബ്ലോക്ക് കൊണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് ഉണ്ടായി. എനിക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിൻ കാണിച്ചിട്ട് കണ്ടു നമ്മുടെ സിറമാണ്, ഇതിലൊരു അർത്ഥമില്ല, കണ്ടു എനിക്കിവിടെ അസലായിട്ടൊരു ആക്നെ മാർക്ക് ഉണ്ട്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമുക്ക് മുടി കൊഴിയും, നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാവും, പൊള്യൂഷൻ ഉണ്ടാവും, ബ്രേക്ക് ഔട്ട്സ് ഇതൊക്കെ ഉണ്ടാവും. മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ പർപ്പസ് ശരിക്കും. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് ഔട്ട് വരികയാണ്, അത് സബ്സൈഡ് ആയി പോകാൻ നമ്മുടെ ഋതു ഹണി മോയ്സ്ചറൈസിങ് ജെല്ലാണ് ഞാൻ പുരട്ടാറ്. ഒരു കുരു വരണമെങ്കിൽ അതിന് മുകളിൽ അപ്ലൈ ചെയ്തിടും, അപ്പോൾ അത് അത്യാവശ്യം സബ്സൈഡ് ആയി പോകും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, അത് എല്ലാവർക്കും അറിയാം, ഹണിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ മഡ് പാക്ക് ഉപയോഗിക്കുക, നല്ല എക്സ്ഫോളിയേഷനൊക്കെ നടക്കുന്നു, അങ്ങനത്തെ ആക്നെ കൺട്രോൾ ആയി പോകുന്നു. പാട് ഒരു മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ B3 നമ്മുടെ വൈൻ ആൻഡ് റോസസ് സീറോ ആണ്. ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അല്ലാതെ ആദ്യം മുതലേ ഗ്ലാസ് സ്കിന്നുള്ള പണ്ട് തൊട്ടേ പനങ്കുല പോലെ മുടിയുള്ള ആൾക്കാരെ കണ്ടിട്ട് അതുപോലെ ആവാൻ വേണ്ടി നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ് സ്കിൻ കെയർ ഇൻഡസ്ട്രിയിലത്തെ ഏറ്റവും വലിയ സ്കാം. ഞാനിപ്പോൾ ഈ ഋതുവിൻ്റെ പേജിൽ തന്നെ നോക്കിയാൽ മേക്കപ്പ് ഇടാത്ത വീഡിയോ, മേക്കപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ, മുടി കട്ട് ചെയ്തിട്ടുള്ള, ഞാനൊരു കുറച്ച് മാസങ്ങൾ മുമ്പ് മുടി ഷോർട്ടാക്കിയിട്ട് മുറിച്ചിട്ടുള്ള ആളായിരുന്നു. ഞാൻ എന്നിട്ട് മുടി വലുതാക്കുകയാണ്. ഇങ്ങനത്തെ എല്ലാ രൂപവും ആ പേജിൽ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക, ട്രാൻസ്പാരൻസിയിൽ നിന്നുകൊണ്ട് സെല് ചെയ്യാൻ പറ്റുന്ന സെയിലാണ് ഋതു ഉദ്ദേശിക്കുന്നത്.